ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം. നൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നല്ല അടിപൊളിയൊരു മീൻ പിക്കിളിൻ്റെ റെസിപ്പിയും അതേപോലെ കുറച്ച് ടിപ്സുകളും കാണാം. അപ്പോൾ നമ്മളുടെ വീട്ടിലൊക്കെ ഉള്ള മീൻ വെട്ടുന്ന കത്രികയും അതേപോലെ നഖക്കട്ടറൊക്കെ മൂർച്ച പോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്ക് നഖം വെട്ടുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താം. ഇതേപോലെ നമ്മളുടെ എഗ്ഗിൻ്റെ തോടെടുത്തിട്ട് ഇതേപോലെ 4 ഭാഗവും നമുക്ക് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മൂർച്ച കിട്ടും. അതേപോലെ നമ്മളുടെ മീൻ വെട്ടുന്ന കത്രികയും മൂർച്ചയില്ല എന്ന് തോന്നുമ്പോൾ ഇതേപോലെ തന്നെ ഒരു എഗ്ഗിൻ്റെ തോടെടുക്കുക. ഇതേപോലെ 4 ഭാഗമായിട്ട് നമ്മൾ റൗണ്ടായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല മൂർച്ച കിട്ടും നമ്മളുടെ കത്രികക്ക്. അപ്പോൾ ഇതേ രൂപത്തിൽ നമ്മൾ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾക്ക് പുറത്തൊക്കെ പോകുമ്പോൾ കൈ കഴുകാനുള്ളൊരു ടിഷ്യൂ ആണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു കഷ്ണം കുളിച്ചൊക്കെ കഴിഞ്ഞതിൻ്റെ ബാക്കിയുള്ളൊരു സോപ്പ് ഇതേപോലെ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വിധം നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് പുറത്ത് പോകുമ്പോഴും കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴൊക്കെ കൊടുത്തു വിടാം. അപ്പോൾ ഈ ഒരു നോട്ട്ബുക്കിൻ്റെ ഏടിലാണ് ഞാനിത് പരട്ടി കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേ ഒരു രൂപത്തിൽ നമ്മൾ ആക്കിയെടുക്കുക. ഇനി നമ്മൾക്കിതൊന്ന് ഉണക്കി എടുത്തതിന് ശേഷം നമ്മൾക്കിത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു വിധം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് പുറത്തൊക്കെ പോകുമ്പോഴും നമ്മൾ ടോയ്ലറ്റിലോ ബാത്റൂമിലൊക്കെ പോയി കഴിയുമ്പോഴും നമുക്ക് കൈയൊക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ ഏറ്റവും നല്ലതാണ്. നമ്മളുടെ കയ്യിൽ നിന്നാണ് നമ്മൾക്ക് ഒരുപാട് രോഗങ്ങൾ നമ്മൾക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും പുറത്ത് പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് നമ്മളുടെ പേഴ്സിലോ ബാഗിലോ വെച്ച് കഴിയുകയാണെങ്കിൽ നമ്മളുടെ ആവശ്യാനുസരണം നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിത് എൻ്റെ പേഴ്സിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോൾ പുറത്ത് പോകുമ്പോഴും പേഴ്സാണ് അധികം കൊണ്ടുപോവുക. അപ്പോൾ ഈ ഒരു പേഴ്സിൽ നമ്മൾക്ക് ഇതേപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾക്ക് പുറത്തൊക്കെ പോയി ടോയ്ലറ്റിൽ പോവുക അതേപോലെ തന്നെ ഷോപ്പിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെ കൈയൊന്ന് കഴുകി വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് രോഗങ്ങൾ നമ്മൾക്ക് ഇല്ലാതാക്കാം. അതേപോലെ കുട്ടികളെ നമ്മൾ ഈ ഒരു രൂപത്തിൽ പഠിപ്പിക്കുക. അപ്പോൾ അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ഞാൻ കൈ കഴുകി കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റാണ്. നമ്മളുടെ ആരോഗ്യം നമ്മൾക്ക് സേഫാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ നന്നായിട്ട് നമ്മൾ കഴുകി നമ്മളുടെ കൈ വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് ഡെറ്റോൾ സോപ്പോ അതേപോലെ ലൈഫ് ബോയോ ഏതാണ് നമ്മളുടെ ഇഷ്ടം, ആര്യവേപ്പോ അങ്ങനെ ഏതായാലും കുഴപ്പമില്ല. ഇതേപോലെ നമ്മൾ ചെയ്ത് നമ്മളുടെ ആരോഗ്യം നമ്മൾ സേഫാക്കുക. ഇപ്പോൾ പല രോഗങ്ങളും പടർന്നു പിടിക്കുന്നതാണ്. ഏറ്റവും കൂടുതൽ രോഗങ്ങൾ പരക്കുന്നത് കയ്യിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ അത് ഭക്ഷണത്തിൽ കൂടെയൊക്കെ നമ്മളുടെ വയറ്റിലേക്ക് എത്തും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അകമൊക്കെ അടിക്കുന്ന ബ്രഷ് ഇതേപോലെ ലൂസായി കഴിഞ്ഞാൽ നമ്മൾക്കത് പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് തിരിച്ച് കഴിഞ്ഞാൽ ഒന്നും അത് മുറുകാത്ത ഒരു പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ചെറിയൊരു ബലൂണിൻ്റെ ഒരു കഷ്ണം മാത്രം മതി. അപ്പോൾ ഇതേപോലെ ബലൂൺ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾക്ക് ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിത് ടൈറ്റാക്കി നോക്കുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് ടൈറ്റായി കിട്ടും. തീരെ ഊരിപ്പോര് പോലും ചെയ്യില്ല. അപ്പോൾ നല്ലൊരു ടിപ്പാണ് ഇത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ബ്രഷൊക്കെ നമുക്ക് എപ്പോഴും അടിച്ചു കോരുമ്പോൾ ഇങ്ങനെ വിട്ട് പോരുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ തീരെ ബ്രഷ് വിട്ടു പോരില്ല. ഇനി അതേപോലെ തന്നെ നമ്മൾ മുടിയൊക്കെ ഇരിക്കഴിയുമ്പോഴും അതേപോലെ കുട്ടികളുടെ ഒക്കെ മുടി ഇരിക്കഴിയുമ്പോഴൊക്കെ അതിൽ മുടിയൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെക്കും. പുറത്ത് പോകുമ്പോൾ കളയാ അല്ലെങ്കിൽ കച്ചറയിലിടാമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നമ്മളത് മറന്നു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയൊരു ടിപ്പാണ്. ഇതേപോലെ നമ്മളുടെ സോപ്പിൻ്റെ കവറോ അതല്ലെങ്കിൽ മരുന്നിൻ്റെ കവറോ എന്തെങ്കിലും ഒരു കവർ ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. പിന്നെ ഡബിൾ ടേപ്പ് വെച്ച് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എവിടെയാണ് മുടി ഇരുന്ന നമ്മളുടെ ടേബിളിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് മുടിയൊക്കെ ഈരിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ആ ഒരു കവറിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുമിച്ച് തന്നെ എടുത്തിട്ട് അത് കളയാം. അപ്പോൾ നമ്മൾ അവിടെ ഇവിടെയും കെടുക്കയില്ല. ചിലപ്പോൾ ആണുങ്ങളെ കയ്യിലൊക്കെ ആവും കിട്ടുക. എപ്പോഴും ഞങ്ങൾക്കുള്ളൊരു പ്രോബ്ലമാണ് അവിടെ ഇവിടെയൊക്കെ മുടി ഇതേപോലെ തന്നെ കുറച്ച് മുടിയൊക്കെ ആകുമ്പോൾ നമ്മളവിടെ വെച്ച് പിന്നെ അത് എടുക്കാനായിട്ട് മറന്നു പോകും. അപ്പോൾ ഈ ഒരു വഴി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് പെട്ടെന്ന് തന്നെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ലാസ്റ്റ് നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ അടിപൊളി മീനച്ചാറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മീനൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പില്ലറ്റ് ചെയ്തിട്ട്. ഇനി നമ്മൾക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്മോൾ പീസസ് ആയിട്ട് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അവരോട് പറഞ്ഞാൽ അവർ കട്ട് ചെയ്ത് തരും. പക്ഷേ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുക. മീൻ പില്ലറ്റ് ചെയ്തിട്ട് മാത്രമേ ഞാൻ വാങ്ങിക്കുള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ കട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിന് നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് ഞാൻ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച്
എരിവുള്ള മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്ക് മീനൊന്ന് നന്നായിട്ട് അതിൽ മസാല പുരട്ടി വെക്കാം. ഇത് മസാല പുരട്ടി വെച്ചതിന് ശേഷം നമ്മൾക്ക് മറ്റുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ മസാല പുരട്ടിയിട്ടുള്ളത് നമ്മൾക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതൊരൊറ്റ ട്രിപ്പിൽ തന്നെ ഞാനിത് ഫ്രൈ ചെയ്യാനിട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില എല്ലാം കൂടിയിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കട്ടിയുള്ള ഗ്രേവി നമ്മൾക്ക് കിട്ടും. അപ്പോൾ നമ്മളുടെ മീനും ഒരുവിധമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു മീനച്ചാറിടുമ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ ഫ്രൈ ചെയ്യുന്നേക്കാളും ഒന്നുകൂടെ ഫ്രൈ ആക്കി എടുക്കണം, അല്ലെങ്കിൽ നമ്മളുടെ അച്ചാർ പെട്ടെന്ന് തന്നെ കേടായി പോവും. അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെയാണ് ഇതേപോലെ ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ മസാല ഒന്നും കരിഞ്ഞു പോവില്ല. അപ്പോൾ നമ്മളുടെ മീനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് എണ്ണയും കൂടിയിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കടുകൊക്കെ പൊട്ടി വന്നപ്പോൾ നമ്മളുടെ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലൊക്കെ അരച്ചത്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം. ഇനി അതിലേക്ക് നമ്മളുടെ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, അച്ചാർപ്പൊടി എല്ലാം കൂടി നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ കാശ്മീരി ചില്ലിയും അതേപോലെ തന്നെ അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വേറെ ഒരു സാധനം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. നമുക്കിനി അതെല്ലാം കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേറെ സ്പെഷ്യലായിട്ട് കായപ്പൊടി, ഉലുവപ്പൊടി ഒന്നും ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മളുടെ മസാലക്കൂട്ടൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മീനിൻ്റെ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കാശ്മീരി ചില്ലി ഇട്ടത്. ഒരേ ടേബിൾ സ്പൂൺ തന്നെ ഇട്ടാൽ നല്ല എരിവാണ് ഈ മുളക് പൊടിക്ക്. ഇനി ആവശ്യത്തിനുള്ള വിനീഗർ കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾക്കിതിലേക്ക് നല്ലൊരു ഗ്രേവി കിട്ടാനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളം കൂടി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് എത്രയാണ് ഗ്രേവിക്ക് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പ് ഞാൻ മീനിലത്തെയും കൂടി നോക്കിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്ത് വിനീഗറും കൂടി നന്നായിട്ട് ഇതിൽ തിളച്ച് നന്നായിട്ട് സെറ്റായി വരണം. അപ്പോഴാണിത് കുറേ നാൾ കേടാകാതിരിക്കുക. ഇനി നമ്മൾക്കിതിലേക്ക് കുറച്ച് ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളുടെ ആ മുളകിൻ്റെ കുത്തും അതേപോലെ വിനീഗറിൻ്റെ കുത്തൊക്കെ ഒന്ന് ഒതുങ്ങാനായിട്ടാണ് 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് നമ്മൾ ഇതേപോലെ ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോഴാണ് നമ്മളുടെ ആ ഷുഗറും ഉപ്പും മുളകും എല്ലാം കൂടിയിട്ട് ഒന്ന് സെറ്റായി വരിക. അതിന് ശേഷം നമ്മൾക്കിത് മാറ്റി വെക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് കുപ്പിയിലിട്ട് വെക്കാം. ഒരു കേടും വരില്ല. ഒരുപാട് നാൾ നമ്മൾക്കിത് സൂക്ഷിക്കാം. അപ്പോൾ ഇതേപോലെ നിങ്ങളും എല്ലാവരും അച്ചാറൊക്കെ ഇട്ട് നോക്കുക. ഏത് മീനും നമ്മൾക്ക് ഇതേപോലെ തന്നെ അച്ചാറിടാം, ഒരു കേടും വരില്ല. പിന്നത്തെ എൻ്റെ എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.